നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 2ാം ക്ലാസ്സുകാരുടെ ആനുവൽ ഇവാലുവേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. ഉദ്ഗ്രഥനം 1-ാം ദിവസം. സമയം ഒട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 2025-26 കാലയളവിലെ, അതായത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവലോകനത്തിനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ വർഷം നിങ്ങൾക്ക് ചോദിക്കുന്നതെന്ന് നോക്കാം. ആകെ 10 പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ 5 പ്രവർത്തനങ്ങൾ ആദ്യത്തെ ദിവസമാണ്. ആകെ പ്രവർത്തനങ്ങളിൽ ഒന്ന് കാട്ടിലെ ഉത്സവം, നോട്ടീസ് തയ്യാറാക്കാം, ഞാനാര്, പറഞ്ഞതെന്തെല്ലാം, പത്രവാർത്ത, വന്നതെങ്ങനെ, ഇലകൾ, ശുചിത്വം മഹത്വം, ആകാശത്തിലെ കൂട്ടുകാർ, നിയമം പാലിക്കാം. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയായിരിക്കും എന്നൊരു ഐഡിയ കൂട്ടുകാർക്ക് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. ഒന്നാമത്തെ പ്രവർത്തനം കാട്ടിലെ ഉത്സവം. നോക്കിക്കേ, കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരു മരച്ചുവട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. തന്നിരിക്കുന്ന ആഖ്യാനം വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ എഴുതണം. തന്നിരിക്കുന്നത് വായിച്ചു നോക്കൂ. പൂത്തുലഞ്ഞ ചെടികൾ, വൻമരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, എങ്ങും പച്ചപ്പ്, തേൻനുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, വലിയ മലകൾ. ഒരു കാടിൻ്റെ വർണ്ണനയാണ് തന്നിരിക്കുന്നത്. പൂത്തുലഞ്ഞ ചെടികൾ, വൻമരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, എങ്ങും പച്ചപ്പ്, തേൻനുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, പിന്നെയോ പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, വലിയ മലകൾ. മാമലക്കാട്ടിൽ ജീവികൾ ഒത്തുകൂടി. അപ്പോൾ ഏത് കാടാ അത്? മാമലക്കാട് അല്ലേ? മാമലക്കാട്ടിൽ ജീവികൾ ഒത്തുകൂടി. വനത്തിൽ ഉത്സവം നടത്തണം, ആന പറഞ്ഞു. എല്ലാവരും കൂടി കൂടിയിരിക്കുന്ന എന്തിനാ? വനത്തിൽ ഒരു ഉത്സവം നടത്തുന്ന കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാ. അപ്പോൾ ആന പറഞ്ഞു വനത്തിൽ ഉത്സവം നടത്തണം. അത് കേട്ട് സിംഹരാജൻ സന്തോഷത്തോടെ തലകുലുക്കി. എല്ലാവരെയും അറിയിക്കണം. കുരങ്ങൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. കാട് അലങ്കരിക്കണം, തത്തമ്മ ചിലച്ചു. അപ്പോൾ എല്ലാവരും കാട്ടിൻ്റെ ആഘോഷം അല്ലെങ്കിൽ ഉത്സവം നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പാണല്ലേ. എല്ലാവർക്കും സദ്യ ഒരുക്കണം, കരടി ചേട്ടൻ ഉറക്കെ പറഞ്ഞു. എല്ലാം ചെയ്യാം, പക്ഷേ മത്സരങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണം, ആനച്ചേട്ടൻ കൊമ്പ് കുലുക്കി പറഞ്ഞു. ഞാൻ പാട്ടുപാടാം, കുയിൽ കുണുങ്ങി. ഞാൻ നൃത്തം ചെയ്യാം, മയിൽ താളം ചവിട്ടി. ഓട്ട മത്സരത്തിൽ സമ്മാനം എനിക്ക് തന്നെ, മുയൽ വീമ്പടിച്ചു. ആമ മുയലിനെ നോക്കി പതുക്കെ പറഞ്ഞു. എന്തോ പറഞ്ഞിരിക്കുന്നു അല്ലേ? ബാക്കി എന്താ പറഞ്ഞത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് കൂട്ടുകാർ തന്നെ ഊഹിക്കുക. നോക്കൂ, ഈ പാസേജിൽ നിന്ന് ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമല്ലോ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. മാമലക്കാടിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുന്ന 2 കാര്യങ്ങൾ എഴുതുക. മാമലക്കാടിനെ കുറിച്ച് ആദ്യമേ കുറേ വർണ്ണനകളാണ് തന്നിരുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതാം. പൂത്തുലഞ്ഞ ചെടികൾ, പിന്നെയോ പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, വലിയ മലകൾ, തേൻനുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, ഇതൊക്കെ ആ കാടിൻ്റെ ഭംഗി കൂട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം? കൂട്ടുകാർക്ക് എഴുതാം. പൂത്തുലഞ്ഞ ചെടികൾ, പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. സിംഹരാജൻ സന്തോഷത്തോടെ തലകുലുക്കിയത് എന്തിന്? സിംഹരാജൻ സന്തോഷത്തോടെ തലകുലുക്കിയത് എന്തിന്? കൂട്ടുകാർ ഒരിക്കൽ കൂടി ആ തന്നിരിക്കുന്ന ആഖ്യാനം വായിച്ചു നോക്കുക. അപ്പോൾ അതിനുള്ള ആൻസർ കിട്ടും. എന്തിനായിരുന്നു? വനത്തിൽ ഉത്സവം നടത്തണമെന്ന് ആന പറഞ്ഞത് കേട്ട് അല്ലേ? വനത്തിൽ ഉത്സവം നടത്തണമെന്ന് ആനയാ പറഞ്ഞത്. ആന പറഞ്ഞ ആ സന്തോഷകരമായ വാർത്ത കേട്ടിട്ടാണ് സിംഹരാജൻ എന്ത് ചെയ്തത്? സന്തോഷത്തോടെ തലകുലുക്കിയത്. നമ്മൾ എങ്ങനെ എഴുതാം? വനത്തിൽ ഉത്സവം നടത്തണം എന്ന് ആന പറഞ്ഞത് കേട്ട്. കാട് എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? മാമലക്കാട്ടിൽ ജീവികൾ ഒത്തുകൂടി എന്ന് പറഞ്ഞു. അതിനുശേഷം കാട് എന്ന വാക്കിന് പകരം പറഞ്ഞ വാക്ക് ഏതാ? വനത്തിൽ ഉത്സവം നടത്തണം അല്ലേ? അപ്പോൾ കാട് എന്നതിന് പകരം പദം ഏതാ? വനം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? കാട് എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം വനം. ഓക്കെ. ഇത് നാലാമത്തെ ചോദ്യം നോക്കൂ. എല്ലാവർക്കും സദ്യ ഒരുക്കണം എന്ന് പറഞ്ഞതാര്?
എല്ലാവർക്കും സദ്യ ഒരുക്കണമെന്ന് പറഞ്ഞതാരാ? കരടിച്ചേട്ടൻ അല്ലേ? കരടിച്ചേട്ടൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആമ മുയലിനോട് പതുക്കെ പറഞ്ഞത് എന്താകാം? മുയൽ പറഞ്ഞു ഓട്ട മത്സരത്തിൽ സമ്മാനം എനിക്ക് തന്നെ അല്ലേ? അപ്പോൾ ആമ മുയലിനോട് എന്തോ രഹസ്യം പറഞ്ഞു, പതുക്കെ പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സമ്മാനം എനിക്ക് തന്നെ അല്ലേ? ഓട്ടത്തിൽ സമ്മാനം ആർക്ക് തന്നെ? എനിക്ക് തന്നെ എന്നാകാം. കൂട്ടുകാർക്ക് പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും എഴുതാം. ഓക്കെ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നോട്ടീസ് തയ്യാറാക്കാം. അപ്പോൾ മാമലക്കാട്ടിൽ ഉത്സവം നടക്കുകയാണ് അല്ലേ? കാട്ടിലെ ഉത്സവത്തിന് വിവിധ മത്സരങ്ങൾ നടത്തുന്നു. അതറിയിക്കുന്നതിനുള്ള നോട്ടീസ് തയ്യാറാക്കുക. സ്ഥലം അരയാലൻ ചുവട്, മാമലക്കാട്. തീയതി 31/3/2026 ചൊവ്വ. സമയം രാവിലെ 10 മണി മുതൽ. അപ്പോൾ സമയവും സ്ഥലവും തീയതിയും ഒക്കെ തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറ്റുമല്ലോ. നിങ്ങളുടെ ടീച്ചേഴ്സ് നോട്ടീസ് തയ്യാറാക്കാനുള്ള പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അത് വെച്ച് എന്ത് ചെയ്യുക? ഒരു നോട്ടീസ് തയ്യാറാക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് കൊടുത്ത് എന്ത് ചെയ്യണം? എഴുതി തുടങ്ങുക. മാമലക്കാട്ടിലെ ഉത്സവം ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരെ 31/3/2026 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ മാമലക്കാട്ടിലെ അരയാലൻ ചുവട്ടിൽ വച്ച് കാട്ടിലെ ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഓക്കെ, നോട്ടീസ് ആയില്ലേ? അപ്പോൾ ആദ്യം നോട്ടീസിനൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, മാമലക്കാട്ടിലെ ഉത്സവം. ശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരെ 31/3/2026 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ മാമലക്കാട്ടിലെ അരയാലൻ ചുവട്ടിൽ വെച്ച് കാട്ടിലെ ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. വന്നതെങ്ങനെ? കാട്ടിലെ കൂട്ടുകാർ മത്സരത്തിന് വന്നു ചേർന്നു. ഓരോരുത്തരും വന്നതെങ്ങനെ? ഇവിടെ 6 പേരുടെ ചിത്രം തന്നിട്ടുണ്ട്. പരുന്ത്, കുതിര, പാമ്പ്, തത്ത, ഒച്ച്, ജിറാഫ്. ഇവരുടെയൊക്കെ പിക്ചർ തന്നിട്ടുണ്ട്. ഇവരുടെ സഞ്ചാര രീതി അനുസരിച്ച് ഇവയെ പട്ടികപ്പെടുത്തണം. നോക്കൂ, ആദ്യം എന്ത് ചെയ്യാം? ആദ്യത്തെ കോളത്തിലെ ആനയാ തന്നിരിക്കുന്നത്. ആന എങ്ങനെയാ വരുന്നത്? നടന്ന് അല്ലേ? അപ്പോൾ അവിടുത്തെ ഹെഡിങ് നടന്നു വരുന്നവർ. രണ്ടാമത്തേലെ ഹെഡിങ് തന്നിട്ടുണ്ട് ഇഴഞ്ഞു വരുന്നവർ. മൂന്നാമത്തേല് കുയിലിനെയാ തന്നിരിക്കുന്നത്. കുയിൽ എങ്ങനെയാ വരുന്നത്? പറന്ന് അല്ലേ? അപ്പോൾ അവിടെ ഹെഡിങ് എങ്ങനെ കൊടുക്കാം? പറന്നു വരുന്നവർ. ഓക്കെ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, പറന്നു വരുന്നവർ. നോക്കൂ, നടന്നു വരുന്നവരില് ആനയെ തന്നിട്ടുണ്ട്. ഇനി ആരൊക്കെയാ നടന്നു വരുന്നത്? കുതിര, ജിറാഫ് അല്ലേ? നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്നതില് കുതിരയും ജിറാഫുമാണ്. അപ്പൊ അത് വേണം നമുക്ക് അവിടെ എഴുതാൻ. ഇനി ഇഴഞ്ഞു വരുന്നവർ. ബോക്സില് ആമയുടെ പേര് തന്നിട്ടുണ്ട്. ആമയല്ലാതെ ഇഴഞ്ഞു വരുന്നവർ ആരൊക്കെയാ ചിത്രത്തില്? ഒച്ച്, പാമ്പ് അല്ലേ? ഒച്ചും പാമ്പും ഇഴഞ്ഞാ വരുന്നത്. അടുത്തത് പറന്നു വരുന്നവർ. പറന്നു വരുന്നവരില് കുയിലിന്റെ പേര് തന്നിട്ടുണ്ട്. കുയിലല്ലാതെ ആരൊക്കെയാ പറന്നു വരുന്നത്? പരുന്ത്, തത്ത. എല്ലാ കൂട്ടുകാർക്കും ജീവികളുടെ സഞ്ചാരമാർഗം അനുസരിച്ച് പട്ടികപ്പെടുത്താൻ സാധിക്കുമല്ലോ. അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. നോക്കൂ, പ്രവർത്തനം 4. ഇലകൾ. മത്സരത്തിന് വന്നവരെല്ലാം ആഹാരം കഴിച്ചു. ആന ഓലയും മാൻകുഞ്ഞ് ഇളംപുല്ലും കഴിച്ചു. നോക്കൂ, നാം ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ഇലകളുടെ പേര് എഴുതുക. ഇവിടെ 4 ഇലകളുടെ ചിത്രം തന്നിട്ടുണ്ട്. അവയുടെ പേര് വേണം എഴുതാൻ. ആദ്യത്തെ ചിത്രത്തിലെ എന്തിൻ്റെ ഇലയാ? മുരിങ്ങ ഇല അല്ലേ? മുരിങ്ങ ഇല. 2 ചീര. മൂന്നാമത്തെ ചിത്രത്തിലോ? മത്തനില. മത്തനില തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാർ? അല്ലെങ്കിൽ അമ്മമാരോട് പറയുക കേട്ടോ. ഓക്കെ, അടുത്ത 4ാമത്തെ ചിത്രം ചേമ്പില. അപ്പോ മുരിങ്ങയില, ചീര, മത്തനില, ചേമ്പില. കറിക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന ഇലകളുടെ പേരെഴുതുക. 2 ഇലകളുടെ പേരാ എഴുതേണ്ടത്. കറിക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന ഇലകൾ ഏതൊക്കെയാ? മല്ലിയില, കറിവേപ്പില. ഓക്കെ, അടുത്തത് നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിപ്പമുള്ള ഇലയുടെ പേരെഴുതുക. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിപ്പമുള്ള ഇല ഏതൊക്കെയാ? മത്തനില, ചേമ്പില, വാഴയില അല്ലേ?
അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. ഞാൻ ആര്? കടങ്കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് മാൻകുഞ്ഞിനാണ്. നോക്കൂ, കടങ്കവിതകളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. ഒന്നാമത് നോക്കേ. ചറപറ ചറപറ വീഴുന്നു, മാനത്തൂന്നും വീഴുന്നു, മണ്ണിന് കുളിര് മനസ്സിനു കുളിര്, ഭൂമിയാകെ പച്ചപ്പ്. എന്തായിരിക്കും ആൻസർ? ചറപറ ചറപറ വീഴുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? മഴ അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. പായും വണ്ടി പറക്കും വണ്ടി, ചീറും വണ്ടി ചിറകുള്ള വണ്ടി, മാനത്തൂടെ ചന്തത്തിൽ പക്ഷി കണക്കെ പറക്കും ഞാൻ. എന്താ? വിമാനം അല്ലേ? ആകാശത്തൂടെ പോകുന്ന വാഹനം ഏതാ? വിമാനം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കടങ്കഥയുടെ ഉത്തരം വിമാനം. മൂന്നാമത്തെ കടങ്കഥ നോക്കൂ. മഞ്ഞപ്പൂവിൻ ഉള്ളിൽ നിന്നും നീണ്ടും ഉരുണ്ടും വന്നോൻ ഞാൻ, ഉള്ളിൽ നിറയെ വിത്തും പേറി ചാരം തേച്ച് വെളുത്തോൻ ഞാൻ. ഓക്കെ, ആദ്യം മഞ്ഞപ്പൂവിനുള്ളിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ മത്തനാണോ എന്ന് വിചാരിക്കും. നോക്കൂ, ചാരം തേച്ച് വെളുത്തോൻ ഞാൻ. എന്താ ആൻസർ? കുമ്പളങ്ങ. എന്താ? കുമ്പളങ്ങ. മഞ്ഞപ്പൂവിൻ ഉള്ളിൽ നിന്നും നീണ്ടും ഉരുണ്ടും വന്നോൻ ഞാൻ, ഉള്ളിൽ നിറയെ വിത്തും പേറി ചാരം തേച്ച് വെളുത്തോൻ ഞാൻ. ആൻസർ എന്താണ്? കുമ്പളങ്ങ. ഓക്കെ, നോക്കൂ, ചിത്രത്തിന് യോജിച്ച കടങ്കവിത എഴുതുക. 3 കടങ്കഥയ്ക്ക് ഉത്തരം നമ്മൾ എഴുതി. അതുപോലെ ഒരു കടങ്കവിത ഉണ്ടാക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ആരാ? നക്ഷത്രം അല്ലേ? അപ്പോൾ നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന കടങ്കവിത ഉണ്ടാക്കണം, കടങ്കഥ എഴുതണം. എന്തെഴുതാം? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ആകാശത്തിൽ ഞാനുണ്ട്, രാത്രിയിൽ എന്നെ കാണാലോ, ഞങ്ങളെ എണ്ണുക അസാധ്യം, ആരാണെന്ന് പറയാമോ? ഓക്കെ, എഴുതാൻ പറ്റില്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.